ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തിലുള്ള ബന്ധത്തിൽ ഈ നിമിഷം ഞങ്ങളായിരിക്കുന്ന കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. കേൾവിക്കാരായിരിക്കുന്ന എൻ്റെ മക്കളെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ യഹോവ ഭക്തിയെക്കുറിച്ച് മുഖവരിയായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമായി ചില കാര്യങ്ങളുടെ ചിന്തിക്കുവാൻ ദൈവസ്ഥനിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വായിച്ചതായിരിക്കുന്ന വാക്യം ഒന്നും കൂടെ വായിക്കാൻ താല്പര്യപ്പെടുന്നു. 111 സങ്കീർത്തനം 11 വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നാണ് നാം വായിച്ചു കേട്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ ആമുഖമായി നമുക്ക് ചിന്തിക്കുവാനിടയിത്തീർന്നു. സൊലോമോൻ ദൈവഭക്തിയോടെ ദൈവത്തിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ യഹോവയായിരിക്കുന്ന ദൈവം സൊലോമോനെ അനുഗ്രഹിച്ചു, ജ്ഞാനത്താൽ നിറയ്ക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവഭക്തിയിലായിരിക്കുമ്പോൾ തിരുവചനം നമ്മൾ ഉൾക്കൊള്ളുന്നത് 4 തരത്തിലാണെന്ന് കർത്താവ് യേശു ക്രിസ്തു ഉപമയിൽ കൂടി പറഞ്ഞ കാര്യം നാം ചിന്തിച്ചു. ഇത് ആ 4 സ്ഥലങ്ങളും എല്ലാം നമ്മുടെ ഹൃദയത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിച്ച് നിർത്തിയിരിക്കുന്നത്. ഓർക്കുവാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ നാം വായിച്ചു കേട്ടത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. എന്താണ് യഹോവ ഭക്തി എന്ന് പറയുന്നത്? യഹോവ ഭക്തി എന്ന് പറയുന്നത് അതിന് നിർവചനം പ്രയാസമാണ്. എങ്കിലും ഒരു വാചകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാണ്? മാതാപിതാക്കളോട് മക്കൾക്ക് ഉണ്ടാകുന്നതും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് ഉണ്ടാകുന്നു, മരുമക്കൾക്ക് അമ്മായിയമ്മ അമ്മായിപ്പന്മാരോട് ഉണ്ടാകുന്നതും പ്രജകൾക്ക് രാജാക്കന്മാരോട് ഉണ്ടാകുന്ന ബഹുമാനത്തോടെയുള്ള ഒരു ദൈവ ഭയത്തെയാണ് യഹോവ ഭക്തി എന്നതുകൊണ്ട് നാം മനസ്സിലാക്കുന്നതെന്ന് ന്യായമായിട്ട് ചിന്തിക്കാം. യഹോവ ഭക്തിയെക്കുറിച്ച് ദൈവദാസന്മാരൊക്കെ സവിസ്താരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു വാചകം, ഒരു നിർവചനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരാണ് യഹോവ ഭക്തൻ എന്ന് പറയപ്പെടുന്ന ആൾ? ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ആരാണ് യഹോവ ഭക്തൻ? നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ ഒരു ദൈവഭക്തനാണെന്ന് നമുക്ക് ചിന്തിക്കുവാനിടയായിത്തീരും. എന്നാൽ തിരുവചനം എന്ത് പറയുന്നുവെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 2 വാക്യം വായിക്കുന്നു. സദൃശവാക്യം 14 വാക്യം. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. ഇവിടെ വായിച്ച് കേട്ടിരിക്കുന്നത് നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ എന്ന്. എന്താണ്
ആ വാക്യത്തിൻ്റെ അർത്ഥം എന്ന് പറയപ്പെടുന്നത്. നേരായി നടക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നടക്കുമ്പോൾ ഇങ്ങനെ സ്റ്റഡിയായി നേരെ അങ്ങ് നോക്കി നടക്കണം എന്നുള്ളതാണോ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? അല്ല. പിന്നെന്താണ്? നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നേരായി നടക്കുന്നവൻ അല്ലെങ്കിൽ നടപ്പ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ക്രമീകരണത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ നടക്കുന്ന ദൈവവചനം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കപ്പെട്ട് നടക്കുന്നതായ അല്ലെങ്കിൽ ജീവിക്കുന്നതായ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്ന വാക്യമാണ് അല്ലെങ്കിൽ വാക്കാണ് യഹോവ ഭക്തൻ എന്ന് പറയുന്നത്. അതാണ് സദൃശവാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈബിളിൽ നിന്നും ഒരു 2 കഥാപാത്രത്തെ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഞാനൊന്ന് അവതരിപ്പിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ടത് നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. യഹോവ ഭക്തൻ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട അനേക ഭക്തന്മാരെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും എടുത്ത് വിവരിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ 2 വ്യക്തികളെ പരിചയപ്പെടുത്തി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഓസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. 1-ാം വാക്യം മാത്രം ഇങ്ങനെയാണ് വച്ചത്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തൻ, അതാണ് നമ്മുടെ വിഷയം. ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. തുടർന്ന് ഇയ്യോബിനെക്കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ താൻ ദൈവഭക്തനായിരിക്കുമ്പോൾ തന്നെ തനിക്ക് ചില പ്രതികൂല സാഹചര്യങ്ങൾ, ചില പരീക്ഷണങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ വന്നു. അവിടെയെല്ലാം താൻ വിജയിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നാം വായിച്ച് കേട്ടിരിക്കുന്നത് അദ്ദേഹം 1 നിഷ്കളങ്കനാണ്, 2 നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. ദൈവത്തിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച അല്ലെങ്കിൽ ലഭിച്ച ഒരു വ്യക്തിയാണ് ഇയ്യോബിനെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. ദൈവവചനം തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ഇതിൽ നിന്നും ഒരു സന്ദേശം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നമ്മുടെ കൂട്ടുകാരോ നമുക്ക് പരിചയമുള്ളവരോ ബന്ധുക്കളോ മറ്റിതര ആൾക്കാരും നമ്മെക്കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റ് പറയുന്നതിലല്ല കാര്യം കിടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ദൈവം നമ്മെക്കുറിച്ച് എന്താണ് അഭിപ്രായം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എപ്രകാരമായിരിക്കുന്നു, ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്. ഇപ്പോൾ ഇയ്യോബിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ പല വ്യക്തികളുണ്ട്. അതൊരു സബ്ജക്റ്റാണ്. എന്നാൽ ഇന്ന് അങ്ങനെ എടുക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഈ ദൈവഭക്തൻ എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. അപ്പോൾ ഇയ്യോബ് ഒരു ദൈവഭക്തനായിരുന്നു. ആ ഭക്തൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീർന്നു. എന്നാൽ ചില പരീക്ഷണങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തുടർന്നുള്ള അധ്യായങ്ങളിൽ. എന്നാലും തൻ്റെ ഭക്തി കളയാതെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം ഇയ്യോബിനെ ബലപ്പെടുത്തി എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ. അപ്പോൾ ഈ പഴയ നിയമത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണുവാൻ സഹായിച്ചു ഇടയായി. ഇയ്യോബ് ഒരു ദൈവഭക്തനായിരുന്നു. ഇനി മറ്റൊരു പുതിയ നിയമത്തിൽ നിന്നും ഒരാളെയും കൂടെ പരിചയപ്പെടുത്തിയതിന് ശേഷം
തുടർന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിക്കുന്നു. കൈസരയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഇവിടെ കൊർന്നല്യോസിനെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് യോബിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ ഭക്തനാണ്. 2-ാം വാക്യം, അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്ന ഒരു മനുഷ്യൻ ആയിരുന്നുവെന്ന് അവിടെ വായിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ദൈവത്തിൻ്റെ ഭക്തനായിട്ട് അവിടെ സർട്ടിഫിക്കറ്റ് ചെയ്യണം. ഇവിടെ കൊർന്നല്യോസിനെക്കുറിച്ചും തിരുവചനം പറയുന്നത് അവൻ ഭക്തനായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കൊർന്നല്യോസും ദൈവത്തിൽ നിന്നും വചനത്തിൽ കൂടി ദൈവം സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സാക്ഷ്യം പറയുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 വ്യക്തികളെ ഞാനൊന്ന് വിഷയം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി എടുത്ത് നിങ്ങളതിനെ പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇയ്യോബ് ദൈവഭക്തനായിരുന്നു. ഇവിടെ കൊർന്നല്യോസ് ദൈവഭക്തനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആ കൊർന്നല്യോസിൻ്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതായിട്ട് നമുക്ക് വായിക്കുന്നു. അതിന് 4-ാമത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം നിൽക്കുന്നു. അവനോട് നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്ന്. അപ്പോൾ ആ ദൈവഭക്തിയോടുകൂടി താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരുന്നു. അതുകൊണ്ട് അവന് മറുപടി ലഭിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവഭക്തൻ എന്ന് പറയപ്പെടുന്ന ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതത്തെ നേരായി നടന്ന് അല്ലെങ്കിൽ നേരായി തിരുവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് പറയുന്ന വാക്യമാണ് യഹോവ ഭക്തൻ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ ഈ യഹോവ ഭക്തിയോടെ നമ്മൾ നിലനിന്നാൽ, ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുകയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി നാം നിലകൊണ്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും എന്തെങ്കിലും ഗുണങ്ങൾ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വാക്കിൽ പറയാം, ഒരു ഹെഡിങ് കൊടുക്കുക: യഹോവ ഭക്തിയുടെ ഗുണങ്ങൾ. എന്താണ് യഹോവ ഭക്തിയിൽ ജീവിച്ചാൽ ആ യഹോവ ഭക്തിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കും ചിലരൊക്കെ, എന്ത് ചോദിക്കും, എന്തിനാണിങ്ങനെ യഹോവ ഭക്തനായിട്ട് നിൽക്കുന്നത് അല്ലേ? യോബിനെക്കുറിച്ച് പറയുമ്പോൾ സ്വന്തം ഭാര്യ പോലും ഇടയ്ക്ക് തള്ളി പറയാൻ ഇടയായിത്തീർന്നു. എന്നാൽ അവരോടും പറഞ്ഞത് മറുപടി തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴും തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ഹെഡിങ് നമുക്ക് ഇങ്ങനെ എഴുതിയിടാം: യഹോവ ഭക്തിയുടെ ഗുണങ്ങൾ എന്ന് ഹെഡിങ് എഴുതി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. യഹോവ ഭക്തിയുടെ ഗുണങ്ങൾ. 1, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു. നമ്മൾ വായിച്ച വാക്യം തന്നെ 111 സങ്കീർത്തനം 11-ാമത് വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ആരംഭം, അതാണ് ശലോമോൻ്റെ സംഭവത്തിൽ കൂടി നമുക്ക് പ്രാരംഭ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നത്. ശലോമോൻ ദൈവത്തെ സ്നേഹിച്ചു, അനുസരിച്ചു, യാഗങ്ങളൊക്കെ നടത്തി. അപ്പോൾ ദൈവഭക്തനായിട്ട് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അല്ലെങ്കിൽ താൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. അതൊരു ജ്ഞാനം പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു. ജ്ഞാനത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിലൊക്കെ വരുന്നതുകൊണ്ട് ഞാനത് വിവരിക്കാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. അപ്പോൾ മനസ്സിലാക്കുന്നത് യഹോവ ഭക്തി എന്ന് പറയുന്നത്, അപ്പോൾ ദൈവഭക്തിയിൽ കൂടി ലഭിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് യഹോവ ഭക്തിയുടെ ഒരു ഗുണലക്ഷണമാണ് എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇപ്പോഴത്തെ ചിന്ത.
അങ്ങനെയെങ്കിൽ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു. അതാണ് യഹോവ ഭക്തിയുടെ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് സദൃശവാക്യ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം. 8:13 ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. അപ്പോൾ യഹോവ ഭക്തി, ദൈവ സാന്നിധ്യം, ദൈവമായിട്ടുള്ള അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഒരു ദോഷത്തിലേക്ക് പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കപ്പെടുന്നില്ല. മറിച്ച് ദോഷത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയോട് അത് ഇടപെട്ടുകൊണ്ടിരിക്കും. തിരുവചനത്തിൻ്റെ ആഴം, തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കിയാൽ, തിരുവചനം നമ്മൾ ഉള്ളിൽ സംഗ്രഹിച്ചാൽ, പ്രാരംഭ ക്ലാസ്സിൽ നാം ചിന്തിച്ചതുപോലെ ഒരു നല്ല നിലത്ത് വീണ വിത്ത് പോലെ നമ്മുടെ ഹൃദയത്തെ ക്രമീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ദോഷത്തിലേക്ക് പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. നമുക്കും അങ്ങോട്ട് പോകുവാൻ ഒരുങ്ങുമ്പം നമ്മോടത് ഇടപെട്ടുകൊണ്ടിരിക്കും ഈ വചനം. അപ്പോൾ അതിൽ നിന്നും വെറുത്തിട്ട്, ആ ദോഷത്തെ വെറുത്തിട്ട് നല്ല മാർഗത്തിൽ, അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യമുള്ള, ദൈവഹിതപ്രകാരമുള്ള വഴിയെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ ഇടയാക്കുവാനായിട്ടിടയായിത്തീരും. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ ഭാഗം 34-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം 34-ന്റെ 7-ാം വാക്യം: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. 34-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും കാണാതറിയപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ്. വളരെ മർമ്മപ്രധാനമായിരിക്കുന്ന അനേക കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ദൈവാത്മാവ് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതിനെ ചുരുളഴിച്ചെടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾ സംസാരിക്കാനുള്ള ദൈവിക മർമ്മങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതിൽ 7-ാമത്തെ വാക്യമാണ് വായിച്ചത്: യഹോവ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കുന്ന ഒരു കാവൽ ആണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വരുന്നതായതുകൊണ്ട് ഞാൻ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് അത് ദൈവഭക്തനായിട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്നും കിട്ടുന്നതായിരിക്കുന്ന ഒരു പ്രത്യേക ക്രമീകരണമാണ്, പ്രത്യേകമായിരിക്കുന്ന ഒരു കാവലാണ് അവിടുത്തെ വിഷയം. അപ്പോൾ അതായത് ഒരു വിടുതൽ, ഒരു ദൈവഭാഗത്തുനിന്ന് ഒരു വിടുതൽ ലഭിക്കപ്പെടുമെന്നാണ് അവിടെ വായിച്ച് കേട്ടിരിക്കുന്നത്. അപ്പോൾ യഹോവ ഭക്തനായിരുന്നാൽ ആ ദൈവസന്നിധിയിലുള്ള വിടുതൽ, അല്ലെങ്കിൽ കർത്താവ് നമ്മെ ഏത് സാഹചര്യത്തിൽ നിന്നും, ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയപ്പെടുന്നത്. അടുത്ത ഭാഗത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ 4-ാമത് 1 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. 1 തീമോഥെയോസ് 4-ാം അധ്യായം 8-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. എന്ന് പറഞ്ഞാൽ സകല കാര്യത്തിനും അത് പ്രയോജനമാണ്. ആത്മീയതലത്തിലും ഭൗതിക തലത്തിലും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും അത് പ്രയോജനമുള്ളതായി തീരണമെങ്കിൽ ദൈവഭക്തി, അല്ലെങ്കിൽ യഹോവ ആ ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യഹോവ ഭക്തനായിട്ട് നാം ജീവിച്ചാൽ
നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നാലാമത് ചിന്തിച്ചത്, അത് സകലത്തിനും പ്രയോജനകരമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാനിടയായിത്തീരും. ദൈവസന്നിധി നമുക്ക് അതുപോലെ തന്നെ കാര്യങ്ങൾ ലഭ്യമായി തീരും. അഞ്ചാമത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സദൃശവാക്യം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത് വാക്യം നമുക്ക് നോക്കാം. സദൃശവാക്യം 10-ാം അധ്യായം 27-ാമത് വാക്യം. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. അപ്പോൾ യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം ദുഷ്ടന്മാരുടെ സംവത്സരങ്ങൾ കുറഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ആയുസ്സിനെ ദീർഘമാക്കും. അപ്പം നമുക്ക് ലഭ്യമായിത്തീരുന്ന ഈ കാലയളവ് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി ദൈവം ഒരു സമയം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ചിലർക്ക് കുറച്ച്, ചിലർക്ക് മീഡിയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അളവ്, കുറച്ച് ചിലർക്ക് ദീർഘമായിട്ട് ചില വാർദ്ധക്യം വരെ പോകും. അങ്ങനെ അതായത് അതിൻ്റെ എത്രത്തോളം എന്താണെന്ന് നമുക്കറിയില്ല. ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ആയുസ് എത്രയാണോ അതുവരെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സമയം, സന്ദർഭം നമുക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്. എത്രയാണെന്ന് നമുക്കാർക്കും വിധി പറയുവാൻ പറ്റത്തില്ല. ആ സമയം ദൈവത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ആ ആയുസ്സിനെ എത്രത്തോളം ദീർഘമാക്കാൻ പറ്റുമോ അത് ഒരു ദൈവഭക്തന് ലഭിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേപോലെ ആകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്തായിരുന്നാലും ഇവിടെ വായിച്ചു കേട്ടിരിക്കുന്നത് ആയുസ്സിനെ ദീർഘമാക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഞ്ചാമത് ചിന്തിച്ചത് അതാണ്. ആറാമത് ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം ക്ലോസ് ചെയ്യാനിടയിൽ സദൃശവാക്യങ്ങളുടെ പുസ്തകം തന്നെ 22-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം. സദൃശവാക്യം 22-ന്റെ 4-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. ഒന്നുകൂടെ വായിക്കുന്നു: താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. അപ്പോൾ താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള ഒരു പ്രതിഫലത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാക്യത്തെ സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം എന്താണ്? നമുക്ക് അല്ലെങ്കിൽ ദൈവത്തെ ഭക്തിയോടെ ദൈവഭക്തനായിട്ട് നാം ജീവിച്ചാൽ ഈ ലോകത്തല്ലെങ്കിൽ വരുവാനിരിക്കുന്ന ലോകത്തിൽ നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അതാണ് നാം വായിച്ചിട്ട് നമുക്കെല്ലാത്തിനൊരു പ്രതിഫലമുണ്ട്. അവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് തിരുവചനം നമ്മെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നാം പ്രവർത്തിക്കുന്ന ഏത് ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനും ദൈവസന്നിധിയിൽ നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. അപ്പോൾ ആ പ്രതിഫലം എന്താണോ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ദൈവഭക്തനായിട്ട് ദൈവ പൈതലായി ജീവിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവനായി തീർന്ന് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയനുസരിച്ച്, താലന്തനുസരിച്ച്, നിങ്ങളുടെ കഴിവനുസരിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടെങ്കിൽ അത് ചെയ്താൽ അതിനെല്ലാം ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യഹോവ ഭക്തിയുടെ ഗുണങ്ങൾ. ഒരു 5-6 കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാനിടയായിത്തീരുന്നു. ഒന്നാമത് വായിച്ചത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. 2 ദോഷത്തെ വെറുക്കുന്നു. 3 യഹോവ വിടുവിക്കുന്നു. 4 സകലത്തിനും പ്രയോജനകരമാകുന്നു. 5 ആയുസ്സിനെ ദീർഘമാക്കുന്നു. 6 ഒരു പ്രതിഫലം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു യഹോവ ഭക്തനുണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ പ്രധാനപ്പെട്ട 1-2 കാര്യമാണ് ഞാൻ നിങ്ങളുമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തി ഈ 6 കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്നും പല സ്ഥലങ്ങളുമായി നാം പെറുക്കി എടുത്തതായിരിക്കുന്ന കാര്യമാണ് അവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്രദമായി തീർക്കുന്നു. ഇതെല്ലാം നമുക്ക് കരസ്ഥമാക്കിയാൽ, ദൈവഭക്തനായിട്ടിരുന്നാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അടുത്തതായി നമുക്കൊരു ഹെഡിങ് കൊടുക്കേണ്ടത് യഹോവ ഭക്തന് ലഭിക്കുന്ന കാര്യങ്ങൾ. ഒരു ദൈവസന്നിധിയിൽ നിന്നും ഒരു യഹോവ ഭക്തന് ലഭിക്കുന്ന ചില കാര്യങ്ങളുടെ ഒരു 5 കാര്യങ്ങൾ പോയിൻ്റിട്ട് നമുക്ക് ചിന്തിക്കാം. അതോടുകൂടി ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: യഹോവ ഭക്തന് ലഭിക്കുന്ന ചില കാര്യങ്ങൾ. വളരെ സവിസ്താരമായി ചിന്തിക്കേണ്ട വിഷയമാണെങ്കിലും പ്രാരംഭ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ 1-2 ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 1, 2, 3 എന്ന അക്കമിട്ട് നിങ്ങൾ എഴുതുക. 1, തിരഞ്ഞെടുക്കേണ്ട വഴി കാണിക്കും. തിരഞ്ഞെടുക്കേണ്ട വഴി കാണിക്കും. സങ്കീർത്തനം 25-ൻ്റെ 12, 13, 15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 12, 13, 15 വാക്യങ്ങൾ വായിക്കുന്നു. യഹോവ ഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. 15-ാമത് വാക്യം, അതിൻ്റെ ലാസ്റ്റ്: അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്നും വിടുവിക്കുന്നു. ഇവിടെ വായിച്ച് കേട്ടിരിക്കുന്ന ഒരു 12-ാം വാക്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഉണ്ടായിരിക്കുന്നത്. യഹോവ ഭക്തനായ പുരുഷൻ ആർ? ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യഹോവ ഭക്തനായ പുരുഷൻ ആർ? ആരാണ്? നേരായി നടക്കുന്നവൻ, ജീവിതത്തെ ക്രമീകരിക്കപ്പെടുന്നവൻ. അവനാണ് യഹോവ ഭക്തൻ. അവൻ നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. നമ്മൾ വായിച്ച് കേട്ടല്ലോ. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവൻ ആരാണ്? ആ വ്യക്തിക്ക് ദൈവസന്നിധിയിൽ നിന്നും ലഭിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ആണ് ഇവിടെ വായിച്ച് കേട്ടിരിക്കുന്നത്. 1, തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. നാം ഏത് പ്രശ്നത്തിൽ കൂടിയാണെങ്കിലും, എന്താ നമ്മുടെ യാത്രയിൽ തിരഞ്ഞെടുക്കേണ്ട വഴി എന്തായിരുന്നാലും, ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും നാം തിരഞ്ഞെടുക്കുന്ന വഴി നമുക്ക് ഒരു പക്ഷെങ്കിൽ സംശയാസ്പദമായി കിടക്കുന്ന എന്തെങ്കിലും കാര്യം തിരഞ്ഞെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നു. അത് അല്ലെങ്കിൽ 2 ജോലികൾ വരുന്നു. ഏതിൽ തിരഞ്ഞെടുക്കണം? ഒന്നെങ്കിൽ ആത്മീയം അല്ലെങ്കിൽ ഭൗതികം. എന്തായിരുന്നാലും അത് തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില സാഹചര്യം, ടെൻഷൻ ഉളവാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് പോകാം. പക്ഷെങ്കിൽ ഒരു ദൈവഭക്തനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി ഏതാണെന്ന് ദൈവാത്മാവ് അവന് കാണിച്ചു കൊടുക്കും, പ്രേരണ കൊടുക്കും. വചനത്തിൽ കൂടി, ദർശനത്തിൽ കൂടി, വാക്യത്തിൽ കൂടി, മെസ്സേജിൽ കൂടി എന്ന് വേണ്ട ദൈവത്തിന് സ്വപ്നത്തിൽ കൂടി അല്ല, എങ്ങനെയൊക്കെയാണോ അറിയിക്കാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രം അറിയാം. അത് എങ്ങനെയായിരുന്നാലും ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന വഴി അവന് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ നാം വായിച്ച് കേട്ടിരിക്കുന്നത്. യഹോവ ഭക്തനായിരിക്കുന്ന പുരുഷൻ ആര്? അവൻ തിരഞ്ഞെടുക്കുന്ന വഴി അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം തിരഞ്ഞെടുക്കുന്ന വഴി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിത്തരും, അല്ലെങ്കിൽ കാണിച്ചു തരും, അല്ലെങ്കിൽ സെലക്ട് ചെയ്തു തരും. അതിൽ കൂടി യാത്ര ചെയ്താൽ ആ ഫിനിഷിംഗ് പോയിൻറ്റിൽ ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന ഭൗതിക തലത്തിലാണെങ്കിലും ആത്മീയ തലത്തിലാണെങ്കിലും നമുക്കൊരു അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരും എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2-ാമത്തെ ഭാഗം വായിച്ച് കേട്ടത് ഇങ്ങനെയാണ്. 25-ൻ്റെ 12-ാം വാക്യം തന്നെ അവിടെ യഹോവയുടെ സഹിത്വം അവന് ലഭിക്കും. അല്ലേ? 12-ാം വാക്യം തന്നെ അവൻ തിരഞ്ഞെടുക്കുന്ന വഴി അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. 14-ാം വാക്യം യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അപ്പം ദൈവമായിട്ടുള്ള ബന്ധം ഒരു സഖിയായി നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ട് നമുക്ക് വേണ്ടി ഒരുക്കിത്തരുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് അർത്ഥം. പല ദൈവഭക്തന്മാരുടെയും ജീവിതം നാം പരിശോധിക്കുമ്പോൾ അവരെല്ലാം പല പല സാഹചര്യങ്ങളിൽ ആപത്ത് അനർത്ഥങ്ങളിൽ കൂടിയൊക്കെ അവർ കടന്നുപോയ സാഹചര്യത്തിലും ദൈവം അവരോട് കൂടെ ഇരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി പേര് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. ഇപ്പോൾ അടുത്തത് വായിച്ചത് 25-ൻ്റെ 13 വായിക്കുന്നത് ഇങ്ങനെയാണ്: നിയമം അറിയിക്കും.
ദൈവത്തിൻ 13 വാക്യം, അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കുകയും യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. ദൈവത്തിന് നമ്മോട് എന്തെങ്കിലും കാര്യമായിട്ട് നിയമപരമായിട്ട് അല്ലെങ്കിൽ വ്യവസ്ഥയിൽ കൂടി എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ആ വ്യവസ്ഥ പ്രകാരം ആ നിയമത്തെക്കുറിച്ച് അതിൻ്റെ ചട്ടങ്ങളെക്കുറിച്ച് ദൈവം നമ്മോട് അറിയിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അനുസരിക്കുക എന്നുള്ളത് നമ്മിലുള്ള ഉത്തരവാദിത്തമാണ്. പക്ഷേ ദൈവം നമ്മോട് ആരിൽ കൂടിയാണ് മുമ്പേ പറഞ്ഞതുപോലെ വചനത്തിൽ കൂടിയോ ദർശനത്തിൽ കൂടിയോ സ്വപ്നത്തിൽ കൂടിയോ ഏത് തരത്തിലാണെങ്കിലും ദൈവം നമ്മെ ആ നിയമം അറിയിച്ചിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആ നിയമം പോലെ തന്നെ ദൈവം നമ്മോട് അറിയിക്കേണ്ട കാര്യം എന്താണോ അതിൽ കൂടി പോകുവാനായിട്ട് നാം ഒരുക്കമുള്ളവരായി തീരണം എന്നുള്ളതാണ് അതിൻ്റെ ആത്മീക അർത്ഥം എന്ന് പറയപ്പെടുന്നത്. അടുത്തതായിട്ട് ചിന്തിക്കുമ്പോൾ കാലുകളെ വിടുവിക്കും, ഒരു വിടുതൽ. 25-ന്റെ 15 എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്ക് ആകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്നും വിടുവിക്കും. എന്ത് പ്രശ്നമാണെങ്കിലും ഒരു കെണിയോ അപകടങ്ങൾ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ യാത്രയിലൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ നമുക്ക് വേണ്ടി ഒരു അപകടം മുമ്പിൽ ഉണ്ടെങ്കിൽ ആ തടസ്സത്തെ, ആ അപകടത്തെ മാറ്റി ആ കാലിനെ നമ്മുടെ യാത്രയെ, നമ്മുടെ ധരിക്കുന്ന ജീവിതയാത്രയെ രക്ഷിക്കും എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം. അങ്ങനെങ്കിൽ അതെല്ലാം ഒരു ദൈവഭക്തന് ലഭിക്കപ്പെടുന്ന അനുഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 128-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള ഭാഗം നമുക്കൊന്നുകൂടെ വായിക്കാം. 128-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള ഭാഗം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകും. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു സങ്കീർത്തന വേദഭാഗമാണ് ഇവിടെ നാം വായിച്ചു കേട്ടിരിക്കുന്നത്. 128-ാം സങ്കീർത്തനം 1 മുതൽ അതിൻ്റെ 4 വരെ 3 വരെയുള്ള വാക്യം 4 വരെയുള്ള വാക്യമാണ് വായിച്ചു കേട്ടിരിക്കുന്നത്. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. എന്നിട്ട് പറയുന്നു, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകും. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: കുടുംബം, ജോലി, ഭാര്യ, മക്കൾ അനുഗ്രഹിക്കപ്പെടും. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. കുടുംബത്തെയും നമ്മുടെ ജോലിയും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളും ഭാര്യ, മക്കൾ ഇവരെല്ലാവരും കുടുംബമായി അവർ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. എങ്ങനെ ആയാൽ? യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അപ്പോൾ നാം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് അല്ലെങ്കിൽ ആ സങ്കീർത്തനത്തിൽ കൂടി നമ്മോട് പറയുന്ന ഒരു ആത്മിക ദൂതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. നമ്മുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട് കർത്താവിന് അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ കൂടി നമ്മോട് പറയുന്ന ഭാഗമാണ് വായിച്ചു കേട്ടിരിക്കുന്നത്. കുടുംബം, ജോലി, ഭാര്യ, മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു നമ്മൾ എഴുതുക. അപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു യഹോവ ഭക്തനായിട്ട് നാം ദൈവസന്നിധിയിൽ ജീവിച്ചാൽ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ടായിട്ട് നാം ചിന്തിച്ചത് ഇങ്ങനെയാണ്: യഹോവ ഭക്തന് ലഭിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി കാണിക്കും, യഹോവയുടെ സഖിത്വം അവനുണ്ടാകും, ദൈവത്തിൻ്റെ നിയമം അറിയിക്കും, കാലുകളെ വെടിവെക്കും, കുടുംബം, ജോലി, ഭാര്യ, മക്കൾ കുടുംബത്തെ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് യഹോവ ഭക്തി എന്നുള്ളതാണ്. യഹോവ ഭക്തിയുടെ ഒരു നിർവചനം നാം ചെറിയ തോതിലൊന്ന് ചിന്തിച്ചു. ആരാണ് യഹോവ ഭക്തൻ? 2 ഉദാഹരണം പറഞ്ഞു. പിന്നെ യഹോവ ഭക്തിയുടെ ഗുണങ്ങൾ ആദ്യത്തെ പാർട്ട് ചിന്തിച്ചു. രണ്ടാമത് ചിന്തിച്ചത് യഹോവ ഭക്തന് ലഭിക്കുന്ന ദൈവസന്നിധിന് ലഭിക്കുന്ന കാര്യങ്ങൾ നാം എല്ലാവരും ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു വാക്യം 2 വിഷയം നിങ്ങളോടൊന്ന് സംസാരിക്കാനിടയിൽ തീർന്നു. നമ്മൾ പഠിച്ചത് 2 വിഷയങ്ങൾ പഠിച്ചു. യഹോവ ഭക്തൻ ആരാണ്, അതിൻ്റെ ഗുണങ്ങൾ, അത് ലഭിക്കുന്ന കാര്യങ്ങൾ. ഇനി മറ്റൊരു തലം കൂടെ പറഞ്ഞ് ഞാനത് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയം പ്രസംഗിക്കണമെങ്കിൽ കീവേഡായിട്ട് ഞാൻ പ്രസംഗശാസ്ത്രത്തെക്കുറിച്ച് അടുത്തുള്ള ക്ലാസ്സുകൾ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ സ്കെച്ചിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ വിഷയം നമ്മൾ പ്രസംഗിക്കുമ്പോൾ കീവേഡായിട്ട്
128 സങ്കീർത്തനം അതിന് 4-ാമത് വാക്യം വായിക്കുക. യഹോവ ഭക്തനായിരിക്കുന്ന പുരുഷൻ ഇങ്ങനെ, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ, എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും? ഈ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് ഇന്ന് പഠിച്ച ക്ലാസ് തിരിച്ചിടുക. എന്നിട്ട് യഹോവ ഭക്തി എന്താണ്, ആരാണ് യഹോവ ഭക്തൻ, 2 ഉദാഹരണം പറയുക, യഹോവ ഭക്തിയുടെ ഗുണങ്ങൾ, യഹോവ ഭക്തന് ലഭിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഈ മെസ്സേജ് നാം ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സിൽ അതിനെക്കുറിച്ചും അതിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ എൻ്റെ വിഷയത്തിലുണ്ട്. അപ്രകാരം തന്നെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നാം ചെയ്യേണ്ടത് ഒരു യഹോവ ഭക്തിയോട് ജീവിച്ച് യഹോവ ഭക്തനായി തീരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ വചനത്തിൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഇതുവരെ കർത്താവെ ദൈവസന്നിധിയിലായിരുന്നല്ലോ. കർത്താവ് ഇത്രത്തോളം സംസാരിക്കാനിടയെ ബലപ്പെടുത്തി കേൾവിക്കാരായ മക്കളെ തിരക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥി. നല്ല മണ്ണിൽ വീണ വിത്ത് പോലെ 30 മറവിന് 100 മേനി വിളഞ്ഞ് വരും കാലങ്ങൾ അങ്ങേക്കൊണ്ട് അധികം പ്രയോജനമായി തീരുവാൻ കർത്താവിനെ സഹായിക്കണം. ദൈവനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.